ടാൻജന്റ് ലൈൻ ഈസ് പാരലൽ ടു ദിസ് ലൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ടാൻജന്റ് ഈ ലൈനിന് പാരലൽ ആണെങ്കിൽ രണ്ടിന്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അതെടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അതെടുത്ത് സോൾവ് ചെയ്യാം. സിൻസ് ദ ടാൻജന്റ് ലൈൻ ഈസ് പാരലൽ ടു ദിസ് ലൈൻ ദെയർ സ്ലോപ്സ് ആർ ഈക്വൽ. എഴുതി പോരെ കേട്ടോ. സിൻസ് ദ ടാൻജന്റ് ലൈൻ, കാരണങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണം കേട്ടോ. സിൻസ് ദ ടാൻജന്റ് ലൈൻ ഈസ് പാരലൽ ടു, ടാൻജന്റ് ലൈൻ ഏതിനോട് പാരലാണ്? ഈസ് പാരലൽ ടു 2x minus y plus 9 equal to 0. Their slopes are equal. സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും. ടാൻജന്റ് ലൈൻ ഈ ലൈനിനോട് പാരലൽ ആണ്. അപ്പൊ രണ്ടിന്റെയും സ്ലോപ്പ് ഈക്വൽ ആണ്. ടാൻജന്റ് സ്ലോപ്പ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, 2x minus 2. ദാറ്റ് ഈസ് 2x minus 2 ഈക്വൽ ടു 2. 2x minus 2 ഈക്വൽ ടു 2 എന്ന് വരും. ഒരു 2 എല്ലാത്തിൽ നിന്നും കട്ട് ചെയ്തു പോവാം, അല്ലെങ്കിൽ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം. 2x ഈക്വൽ ടു 2 ഇപ്പുറത്തേക്ക് വന്നാൽ 4 ആവും. x ഈക്വൽ ടു 2. എക്സ് കോർഡിനേറ്റ് കിട്ടി കേട്ടോ. x ഈക്വൽ ടു 2 ആകുമ്പോഴാണ് ടാൻജന്റ്, x ഈക്വൽ ടു 2 ആകുമ്പോൾ ടാൻജന്റ് ആ ലൈനിന് പാരലൽ ആയിരിക്കും. x ഈക്വൽ ടു 2 ആകുമ്പോൾ ടാൻജന്റ് ആ ലൈനിന് പാരലൽ ആയിരിക്കും. x ഈക്വൽ ടു 2 ആകുമ്പോൾ ഇനി പോയിന്റ് കിട്ടാൻ വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം y? x ഈക്വൽ ടു 2 കിട്ടി. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വേണം നമുക്ക്. അത് എവിടെ നിന്ന് കിട്ടും? എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കും ഐഷഹന? y equal to 2x plus 9. y equal to 2x plus 9. y equal to 2x plus 9 ഉള്ള കൊടുത്താൽ കിട്ടും. കിട്ടൂലേ? ആലോചിച്ച് നോക്കി. ടാൻജന്റ് ഈ ലൈനിന് പാരലൽ മോളെ പറഞ്ഞേക്കണത്. ടാൻജന്റ് ഈ ലൈനിന് പാരലൽ ആണെന്നാണ് പറഞ്ഞേക്കണത് അല്ലേ? നമുക്ക് ടാൻജന്റ് കടന്നു പോകുന്ന പോയിന്റ് അല്ലേ കിട്ടേണ്ടത് ഐഷ? ടാൻജന്റ് കടന്നു പോകുന്ന ഈ ടാൻജന്റ് വരയ്ക്കണ ഇതിൽ കൂടെയാ. ഈ ടാൻജന്റ് വരയ്ക്കണ എന്തിനാ? ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവത്തിനാ ടാൻജന്റ്? ഒരു സർക്കിൾ പോയിന്റിൽ ഇങ്ങനെ പോണത്. സർക്കിൾ അല്ല, സർക്കിൾ ഒന്നും അല്ല. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തിന്റെ ടാൻജന്റ് ആണെന്ന് പറഞ്ഞു. നമ്മളിപ്പോ എന്തിന്റെ ടാൻജന്റിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഓ, ഞാൻ അതിന് പാരലായിട്ട് പോണത് എന്തിന്റെ ടാൻജന്റാ? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ. ബാക്കി ആ കേർവിന്റെ ടാൻജന്റ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഈ കേർവിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ കേർവിലെ ഒരു പോയിന്റിൽ കൂടിയല്ലേ ടാൻജന്റ് വരയ്ക്കണത്. അപ്പൊ നമുക്ക് പോയിന്റ് കിട്ടേണ്ടത് എവിടത്തെയാ? ഈ കേർവിലെ പോയിന്റ് അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഈ കേർവിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി. കേർവിലെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആ പോയിന്റിൽ കൂടിയാണ് നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നത്. അപ്പൊ കേർവിലെ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x = 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേർവിന്റെ ഇക്വേഷനകത്താണ് കേട്ടോ. അപ്പോൾ കേർവിലെ പോയിന്റ് കിട്ടും. ആ പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ്. ആദ്യത്തെ ആ കേർവിന്റെ ഇക്വേഷൻ 1 വല്ലതും കൊടുത്തേരെ. ഇക്വേഷൻ 1 വല്ലതും കൊടുക്കുന്നു. Then substituting x = 2 in 1. Substituting x = 2 in 1 എന്ത് കിട്ടും? y = 2 square 4 minus 4 plus 7 = 7. അപ്പോൾ പോയിന്റ് ആയിട്ടോ. x = 2 ആകുമ്പോൾ y = 7 ആണ്. അതിന്റെ അർത്ഥം at 27 എന്ന പോയിന്റിൽ at 27 the tangent is parallel to ഏതിനോടാണ്? 2x minus y plus 9 = 0. 27 എന്ന പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ് തന്നിരിക്കുന്ന ലൈനിന് പാരലൽ ആയിരിക്കും. 27 എന്ന പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് തന്നിരിക്കുന്ന ലൈനിന് പാരലൽ ആയിരിക്കും. നമുക്കിനി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ആണ് വേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തോളണം കേട്ടോ. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് y minus y0 = ഞാൻ തൽക്കാലം m എന്നേ കൊടുക്കണുള്ളൂ കേട്ടോ. m × x - x0. ടാൻജന്റ് ആണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ്
അപ്പോൾ y മൈനസ് 7 ഈക്വൽ ടു സ്ലോപ്പ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയേക്കണത്? സ്ലോപ്സ് 2 അല്ലേ? സ്ലോപ്പ് 2 ആണ്. കാരണം ടാൻജന്റിന്റെയും ഒരു ലൈനിനോട് പാരല എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ രണ്ടിന്റെയും സ്ലോപ്പ് സെയിം ആണ്. അപ്പൊ ആ ലൈനിന്റെ സ്ലോപ്പ് 2 ആയതുകൊണ്ട് ടാൻജന്റിന്റെ സ്ലോപ്പും 2 ആണ്. 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് 2. ദാറ്റ് ഈസ് y മൈനസ് 7 ഈക്വൽ ടു 2x മൈനസ് 4 എന്ന് വരും. എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയേക്കാം. 2x മൈനസ് y പ്ലസ് 3 ഈക്വൽ ടു 0. 2x മൈനസ് y പ്ലസ് 3 ഈക്വൽ ടു 0. നോക്കിയ പിള്ളേരെ ഒന്നുകൂടി അത് നമ്മളിപ്പോ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നോണ്ടേ ഒന്നുകൂടി നോക്കി എന്റെ കാര്യം ഒന്ന് മനസ്സിലായോ എന്ന്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എഴുതി കഴിഞ്ഞോ എല്ലാവരും? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് അതിന്റെ മീനിങ് മനസ്സിലാക്കണം. എഴുതി കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കണു. ശരി, ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്കിവിടെ ഒരു കേർവിന്റെ ഷേപ്പ് ഒരു പരാബോള ഷേപ്പ് അല്ല ആയിരിക്കും കേട്ടോ. കേർവ് കൃത്യമായ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ തൽക്കാലം ഒരു കേർവ് ഇവിടെ വരയ്ക്കണു. ഇങ്ങനെ ഈ കേർവിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. കേർവിന്റെ ഇക്വേഷൻ ആണ് y ഈക്വൽ ടു, നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ചുമ്മാ പറയണതാണ്. കേർവിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 7. ഇതാണ് കേർവിന്റെ ഇക്വേഷൻ. ഒരു കേർവ്, ആ കേർവിന്റെ ഇക്വേഷൻ തന്നേക്കണു. ഷേപ്പ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, റഫായിട്ട് വരയ്ക്കണതാണ്, മനസ്സിലാവാൻ വേണ്ടി മാത്രം. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഈ കേർവിലൂടെയുള്ള ഒരു ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ ടു ദിസ് കേർവ്. ഈ കേർവിലൂടെയുള്ള ഒരു ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ? പാരലൽ ടു ദ ലൈൻ 2x മൈനസ് y പ്ലസ് 9. 2x മൈനസ് y പ്ലസ് 9 അത് ഞാൻ ഇവിടെ വരച്ചു. ഇതാണ് ആ ലൈൻ കേട്ടോ. ഇതാണ് ലൈൻ എന്ന് വിചാരിച്ചോളുക. 2x മൈനസ് y പ്ലസ് 9 ഈക്വൽ ടു 0. അപ്പോൾ ഈ ലൈനിന് പാരലലായിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ലൈനിന് പാരലലായിട്ട് ഒരു ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണെന്ന്. അതായത് ഈ ലൈനിന് പാരലായിട്ടുള്ള ഒരു ടാൻജന്റ് ഇങ്ങനെ പോകും കേട്ടോ. ഈ ലൈനിന് പാരലലായിട്ടുള്ള ഒരു ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടാൻജന്റിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഈ ടാൻജന്റ് ഇത് ഇവിടെ ഈ കേർവിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്കറിയണം. x0 y0 ഒരു പോയിന്റും അറിയണം, ഈ ലൈനിന്റെ സ്ലോപ്പും അറിയണം. പോയിന്റും സ്ലോപ്പും അറിയാമെങ്കിൽ നമുക്ക് ടാൻജന്റിന്റെ ഇക്വേഷൻ എഴുതാം. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx കണ്ടുപിടിച്ചു. ഈ താഴെ തന്നിരിക്കുന്ന ലൈനിന്റെ ഇക്വേഷനിൽ നിന്ന് അതിന്റെ സ്ലോപ്പും കണ്ടുപിടിച്ചു. y ഈക്വൽ ടു mx പ്ലസ് ഈ ഫോമിൽ എഴുതിയിട്ട് ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് സ്ലോപ്പ് സെയിം ആണ്. ആ സ്ലോപ്പ് സെയിം ആണെന്നുള്ള കണ്ടീഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ x0 അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ കിട്ടും. ഈ എക്സിന്റെ വാല്യൂ നമുക്ക് കേർവിലെ പോയിന്റ് ആവേണ്ടത്. അപ്പൊ എക്സിന്റെ വാല്യൂ കേർവിൽ കൊടുത്താൽ നമുക്ക് കേർവിൽ നിന്ന് ഏത് കിട്ടും? വൈയും കിട്ടും. അപ്പൊ സ്ലോപ്പായി. കാരണം സ്ലോപ്പ് താഴത്തിലെ സ്ലോപ്പ് തന്നെ രണ്ടും പാരലൽ ആയതുകൊണ്ട് സ്ലോപ്പും പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ടാൻജന്റ് ഇക്വേഷൻ കാണാം. x മൈനസ് x0 ഈക്വൽ ടു m ഇൻറ്റു y മൈനസ് y0. അതാണ് നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഒന്ന് തലയൊക്കെ ഒന്ന് ആട്ടി വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. തലയൊന്നും ആടണില്ലല്ലോ, കാലത്തായതുകൊണ്ടാണോ? ശരി, അതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കുക. സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ ടു ദിസ് കർവ്. ആ കർവിന്റെ ടാൻജന്റിന് തന്നെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു വേറൊരു ലൈൻ തന്നിട്ടുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ടാൻജന്റ്. തന്നിരിക്കുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ ചെയ്യാം? പെർപെൻഡിക്കുലർ ടു ദി ലൈൻ 5y മൈനസ് 15x ഈക്വൽ ടു 13. അപ്പൊ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് ആദ്യം അങ്ങ് കണ്ടുപിടിക്കാം. പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കാം. സെക്കൻഡ് പാർട്ട് കേട്ടോ.
സ്ലോപ്പ് ഓഫ് എന്താ ഇക്വേഷൻ കണ്ടത് 5y മൈനസ് 15x ഈക്വൽ ടു 13. ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ആദ്യം അറേഞ്ച് ചെയ്ത് എഴുതണം കേട്ടോ. എങ്ങനെ എഴുതാം ഷെറിനെ സ്ലോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ എഴുതണം? ഞാൻ ലേറ്റ് ആയിട്ടാ കേറിയത്. അല്ല അപ്പൊ അതുകൊണ്ട് സ്ലോപ്പ് കിട്ടൂല്ലോ നമുക്ക്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. ആരും പറയണത് ഞാൻ കേട്ടിട്ടില്ല. ആരും പറഞ്ഞ കേട്ടിട്ടില്ല? ആദ്യം പറഞ്ഞത് കേട്ടില്ല. ആദ്യം പറഞ്ഞ കേട്ടില്ല. ശരി ശരി. ദെൻ എങ്ങനെയാ സ്വാലിഹ? 5y equal to 15x plus 13. 5y equal to ശരി 5y equal to 15x plus 13 ആക്കി. ശരി, ഇനി ഇത് mx plus ഈ ഫോമിലല്ല, അപ്പൊ സ്ലോപ്പ് നമുക്ക് സ്ലോപ്പ് എത്ര വരും? 15 അല്ലേ? അല്ല, y equal to mx plus c ആണ്. y equal to y, അപ്പുറം y മാത്രമേ പാടുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? y equal to mx plus c ഫോമിലാവണം. ഈ y-യുടെ കോഎഫിഷ്യന്റ് 1 ആ കേട്ടോ. y equal to എന്നാ വരാമുള്ളൂ അപ്പറേ. അപ്പോഴാണ് നമുക്ക് സ്ലോപ്പ് കിട്ടുള്ളൂ. y equal to mx plus c ഫോമിലേക്ക് മാറ്റണം. അപ്പോഴാണ് m സ്ലോപ്പ് ആവുന്നത്. അങ്ങനെ എഴുതാമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? സ്വാലിഹ കംപ്ലീറ്റ് ചെയ്തേ. y equal to ആ 5 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യണം. ഇവിടെ 5y അല്ലേ, നമുക്ക് y എന്ന് കിട്ടണം. 5 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യണം. y equal to 3x plus 13/5. 3x plus 13/5. ഈ 13/5 എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിന് പ്രാധാന്യമില്ല. ഇപ്പോഴും ഇതേതായി y equal to mx plus c. ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. സ്ലോപ്പ് ഈക്വൽ ടു 3. തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് 3 ആണ്. തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് 3 ആണ്. ഈ ടാൻജന്റ് എങ്ങനെയാന്നാ പറഞ്ഞേക്കണത്? ടാൻജന്റ് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണല്ലേ തന്നേക്കണത്, അല്ലേ പിള്ളേരെ? ടാൻജന്റ് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പും ഈ ലൈനിന്റെ സ്ലോപ്പിന്റെയും പ്രോഡക്റ്റ് -1 ആയിരിക്കും. അങ്ങനെ നമുക്ക് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം, ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. given tangent is perpendicular to, tangent perpendicular ആണല്ലേ, tangent is perpendicular to the line 5y minus 15x equal to 13. ടാൻജന്റ് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് m1 m2 ഈക്വൽ ടു -1 ആണ്. m1 m2 ടാൻജന്റിന്റെ m1 എന്ന് കൊടുക്കുന്നു കേട്ടോ. m1 രണ്ടാമത്തെ സ്ലോപ്പ് നമുക്ക് പറയാം 3 ആണ്. m1 into 3 ഈക്വൽ ടു -1 ആണ്. അപ്പൊ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് m1 ഈക്വൽ ടു -1/3 എന്ന് കിട്ടും. ടാൻജന്റിന്റെ സ്ലോപ്പായി. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ക്ലിയർ ആണല്ലോ? തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. y ഈക്വൽ ടു എന്ന് വേണം കേട്ടോ. തന്നിരിക്കുന്ന ലൈനും ടാൻജന്റും പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് -1 ആണ്. അതിനകത്ത് നമ്മൾ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. -1/3 കിട്ടി. നമ്മൾ ആദ്യം ടാൻജന്റിന്റെ സ്ലോപ്പ് dy/dx കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, അത് ഇക്വേറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുമ്പ് dy/dx കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. Therefore, slope of the tangent അതെത്രയായിരുന്നു? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കർവിൽ നിന്ന് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ചേക്കണേ എത്രയാ മിസ്ബ? കർവിൽ നിന്ന് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് സ്റ്റാർട്ടിങ്ങില് 2x minus 2. 2x minus 2. Slope of the tangent 2x minus 2 equal to -1/3. 2x minus 2 equal to -1/3 എന്ന് വരും. 2x equal to ഈ 2 പ്രത്യേകം പ്ലസ് ആവും. 2 - 1/3
that is 2x equal to 6 minus 1, 5 by 3 അല്ലേ 5 by 3, x equal to 5 by 6. X equal to 5 by 6. X 5 by 6 ആണ്. ഇനി y കണ്ടുപിടിക്കണം. y എവിടെ നിന്ന് കണ്ടുപിടിക്കും ഐഷാഹന? കേർവിന്റെ ഇക്വേഷൻ അത് കേട്ടോ. ഇപ്പോഴെന്നാ ഒരു സംശയം? y കണ്ടുപിടിക്കാനായിട്ട് കേർവിന്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് കേർവിലെ പോയിന്റ് ആണ് കിട്ടണേ. ആ കേർവിന്റെ ടാൻജന്റ് ആണ് വേണ്ടത്. കേർവിന്റെ ടാൻജന്റ് കിട്ടണമെങ്കിൽ കേർവിലെ പോയിന്റ് കിട്ടണം. Substituting x equal to 5 by 6 in equation 1. For y equal to 5 by 6 square minus 2 into 5 by 6 plus 7. (25 minus 30) sorry 25 by 36 minus 5 by 10 by 6 നടക്കട്ടെ. ഏതായാലും 10 by 6 plus 7. 25 minus 60 plus 7 into 36 210 42 252. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. 252 25 277 60 പോയ 217. 217 by 36 ആണോ y? ശരി, 217 by 36. അപ്പൊ നമുക്ക് പോയിന്റ് കിട്ടി. പോയിന്റ് x 5 by 6, y 217 by 36. കേർവിലെ പോയിന്റ് കിട്ടി. സ്ലോപ്പ് അറിയാം. സ്ലോപ്പ് -1/3 അല്ലെ? സ്ലോപ്പ് -1/3 ആണ്. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് എഴുതി കൊടുക്കുക. y minus y naught 217 by 36 equal to slope m into x minus x naught. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തൊക്കെ എഴുതിയേ. (36y minus 217 by 36 equal to -1/3 x plus 5 by 18. വേണമെങ്കിൽ ഇപ്പറേം 36 കേട്ടോ. 36y അല്ലെങ്കിൽ 36 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 36y minus 217 equal to 36 into -x/3 plus 5/18. നമുക്ക് നോക്കാം. 36y minus 217 equal to -12x plus 10. എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടെന്നേ. ഫുൾ 12x പോസിറ്റീവായി, 36y ഓൾറെഡി പോസിറ്റീവ് ആണ്. ഇത് പ്രത്യേകിച്ച് വരുമ്പോൾ -10 ആവും. -227 equal to 0. 12x plus 36y minus 227 equal to 0. നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ കൺസെപ്റ്റ് അത്രയും മനസ്സിലാക്കാനുള്ളൂ. സ്ലോപ്പ് കണ്ടുപിടിക്കണം, പോയിന്റ് കണ്ടുപിടിക്കണം. പോയിന്റും സ്ലോപ്പും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാൻജന്റ് ആണെങ്കിൽ ടാൻജന്റ് ഇക്വേഷൻ എഴുതാം, നോർമൽ ആണെങ്കിൽ നോർമൽ ഇക്വേഷൻ എഴുതാം.
പോയിന്റും സ്ലോപ്പും അറിയണം. അത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ് തന്നിരിക്കുന്നത്. എന്താ നുസ്രിനെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നുസ്രിൻ? ഇല്ല സർ. ശരി ശരി. സ്കൂളിൽ ഏതാ നുസ്രിനെ പഠിക്കണേ? ഇന്റഗ്രൽസ്. കേട്ടില്ല. ഇന്റഗ്രൽസ്. ആ ശരി. ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് തീർന്നു. ഇതിന്റെ മറ്റേ അപ്രോക്സിമേഷൻസ് എന്നുള്ള പോർഷൻ പഠിപ്പിക്കുന്നുണ്ട്, ഇന്റഗ്രൽസും പഠിപ്പിക്കുന്നുണ്ട്. 2 ടീച്ചേഴ്സാ. ശരി ശരി ശരി. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ വായിക്കുക കേട്ടോ, ശരിക്കും വായിക്കണം ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ടാൻജന്റ് ടു ദി കർവ് y equal to 7x cube plus 11 at the point where x equal to 2 and x equal to minus 2 are parallel. ഇത് വളരെ എളുപ്പാട്ടോ, ഇത് വളരെ സിമ്പിൾ ആണ്. ഈ കർവിന്റെ ടാൻജൻസ് എക്സ് ഈക്വൽ ടു 2-വിലും എക്സ് ഈക്വൽ ടു മൈനസ് 2-വിലും ഉള്ള ടാൻജൻസ് പാരലൽ ആണെന്ന് കാണിക്കേണ്ടത്. ഈ കർവിന്റെ തന്നിരിക്കുന്ന കർവിന്റെ 2 ടാൻജന്റുകൾ പാരലൽ ആണെന്ന് കാണിക്കണം. എവിടേക്കുള്ളതാണ്? ഒന്ന് എക്സ് ഈക്വൽ ടു 2-വിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ്, അടുത്തത് എക്സ് ഈക്വൽ ടു മൈനസ് 2-വിലൂടെ വരയ്ക്കുന്ന ടാൻജന്റും പാരലൽ ആണെന്ന് കാണിക്കണം. ടാൻജൻസ് പാരലൽ ആണെന്ന് നമുക്ക് എങ്ങനെ കാണിക്കാം എളുപ്പത്തില്? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എന്ത് കണ്ടുപിടിക്കണം അഭിന? സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കണ്ടുപിടിക്കണം. പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പൊ ആ 2 പോയിന്റിലെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. ആദ്യം സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കാണുക, എന്നിട്ട് ആ 2 പോയിന്റിലെയും സ്ലോപ്പ് കണ്ടുപിടിക്കുക. സെയിം ആണെങ്കിൽ പാരലൽ ആണ്. നമുക്ക് ആദ്യം സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy ബൈ dx ചെയ്തോ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy ബൈ dx. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy ബൈ dx ഈക്വൽ ടു എന്തൊരു അന്ന അതിന്റെ ഡെറിവേറ്റീവ്? അന്ന എത്ര ഡെറിവേറ്റീവ്? 1 into 3x square plus 1 into 1 അല്ലല്ലോ 7 ആട്ടോ. 7 into 3x square plus ഓക്കെ പ്ലസ് 1 ഡെറിവേറ്റീവ് ഓഫ് 11 0. കോൺസ്റ്റന്റ് അല്ലേ 11. ഡെറിവേറ്റീവ് ഓഫ് 11 ഈക്വൽ ടു 0. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു dy ബൈ dx ഈക്വൽ ടു 21x സ്ക്വയർ. ടാൻജന്റിന്റെ സ്ലോപ്പ് 21x സ്ക്വയർ ആണ്. നമുക്ക് കാണാം അറ്റ് x ഈക്വൽ ടു 2 dy ബൈ dx അറ്റ് x ഈക്വൽ ടു 2 കാണുക. അതുപോലെ തന്നെ dy ബൈ dx അറ്റ് x ഈക്വൽ ടു മൈനസ് 2 കാണുക. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് x ഈക്വൽ ടു 2 ഈക്വൽ ടു 21 into 2 സ്ക്വയർ 84. That is 21 into minus 2 square equal to 84. 2-വിലും മൈനസ് 2-വിലും ടാൻജന്റിന്റെ സ്ലോപ്പ് സെയിം ആണ്. ശരിയല്ലേ? ടാൻജന്റിന്റെ സ്ലോപ്പ് സെയിം ആണ്. 2-വിലെ ടാൻജന്റിന്റെ സ്ലോപ്പും മൈനസ് 2-വിലെ ടാൻജന്റിന്റെ സ്ലോപ്പും സെയിം ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? 2-വിലൂടെയും മൈനസ് 2-വിലൂടെയും ഉള്ള ടാൻജൻസ് പാരലൽ ആയിരിക്കും. കൺക്ലൂഡ് ചെയ്ത് കേട്ടോ. സിൻസ് ദ സ്ലോപ്സ് ആർ സെയിം, സ്ലോപ്സ് സെയിം ആണ്. സിൻസ് ദ സ്ലോപ്സ് ആർ സെയിം ടാൻജൻസ് ആർ പാരലൽ. സ്ലോപ്സ് സെയിം ആയതുകൊണ്ട് ടാൻജൻസ് പാരലൽ ആയിരിക്കും. സ്ലോപ്സ് സെയിം ആണ്, അതുകൊണ്ട് ടാൻജൻസ് പാരലൽ ആയിരിക്കും.
Question number 17. Find point on the curve y equal to x cube. Find point on the curve y equal to x cube at which slope of the tangent is equal to y coordinate of the point. Slope of the tangent is equal to y coordinate of the point. Okay. നമുക്ക് കെയർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് y ഈക്വൽ ടു എക്സ് ക്യൂബ്. കെയർവിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കാണാം. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്താ ഇസാനെ? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് Sir, dy by dx. ഓക്കെ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കെയർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx ഈക്വൽ ടു 3x². സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്താ നമുക്ക് തന്നേക്കുന്നത്? Given slope of the tangent is equal to y coordinate. That is slope of the tangent dy by dx അല്ലെങ്കിൽ 3x². 3x² equal to y coordinate. Y coordinate y. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു y എന്നെടുക്കുന്നു കേട്ടോ. y കോർഡിനേറ്റിന് y എന്നെടുത്തു. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു y. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റും y കോഓർഡിനേറ്റും ഈക്വൽ ആണെന്നാണ് തന്നിരിക്കുന്നത്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു y കോർഡിനേറ്റ്. y കോർഡിനേറ്റിന് y എന്ന് കൊടുത്തു. ആ കേർവിനകത്ത് കേർവില് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റും y കോർഡിനേറ്റും ഈക്വൽ ആണ്. ഓക്കെ. therefore അല്ലെങ്കിൽ ദാറ്റ് ഈസ് 3x² ഈക്വൽ ടു ഈ വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വൈക്ക് പകരം എന്ത് കൊടുക്കാം ഐഷ സലീമേ? ആലോചിച്ച കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സ് ക്യൂബ് ആ കേർവിലല്ലേ? കേർവിലുള്ള y ആണല്ലോ. ആ കേർവിലെ കാര്യമാണ് പറഞ്ഞത്. ആ കേർവിനകത്ത് y ഈക്വൽ ടു എന്താണ്? എക്സ് ക്യൂബ് ആണ്. കേർവിൽ y ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. y ഈക്വൽ ടു എക്സ് ക്യൂബ്. 3x² ഈക്വൽ ടു എക്സ് ക്യൂബ്. ഈ 3x² മറു സൈഡിലേക്ക് കൊണ്ടുപോയേക്കാം. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 3x² ഈക്വൽ ടു 0. കോമൺ ആയിട്ട് x² എടുക്കാം. x² കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി x മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് വരും. x മൈനസ് 3 ഈക്വൽ ടു 0. ഇതിനകത്ത് x² ഈക്വൽ ടു 0 അല്ലെങ്കിൽ x മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ x ഈക്വൽ ടു 0 ഓർ x ഈക്വൽ ടു 3 എന്ന് കിട്ടും. x ഈക്വൽ ടു 3, x ഈക്വൽ ടു 0 രണ്ട് പോയിന്റ് കിട്ടി. എക്സിന്റെ വാല്യൂ 0യും 3യും. നമുക്ക് തന്നിരിക്കുന്നത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു y കോർഡിനേറ്റ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എടുത്തു ഈക്വൽ ടു y കോർഡിനേറ്റ് y ആണ്. ആ കേർവിന്റെ y കോർഡിനേറ്റ് കേർവിനകത്ത് y എന്താണ്? എക്സ് ക്യൂബ് ആണ്. കേർവിൽ y ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂസ് കണ്ടുപിടിക്കുക. ഇക്വേഷനിൽ കൊടുത്ത് കേർവിലെ പോയിന്റ്സ് വേണം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. അതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അതാണ് ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദി കർവ്. അത്രേ ഉള്ളൂ. കർവിലെ പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ മതി. ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദി കർവ് ഫ്രം ഇക്വേഷൻ 1. From equation 1, when x equal to 0, y equal to എന്ത് വരും? y equal to x cube അല്ലേ? y equal to x cube equal to 0. ഇവിടെ y equal to 3 cube equal to 27. Therefore, required points 0, 0 and 327. ശരിയാണോ നോക്കിയ പിള്ളേരെ? ഈ രണ്ട് പോയിന്റിലും നമുക്ക് എന്താ കണ്ടീഷൻ തന്നേക്കണത്?
സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അല്ലേ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈക്വൽ ടു ഫൈൻഡ് ദ സോറി ക്വസ്റ്റ്യൻ കണ്ടില്ലല്ലോ. ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദ കർവ് y ഈക്വൽ ടു x ക്യൂബ് അറ്റ് വിച്ച് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈക്വൽ ടു y കോർഡിനേറ്റ്. ഒന്ന് കണ്ടു, ഈ 0 0 സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എത്രയാ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ശ്രദ്ധിക്കുക കേട്ടോ, ക്വസ്റ്റ്യൻ മീനിങ് ഇതാണ്. 0 0 എന്നുള്ള പോയിന്റിനകത്ത് സ്ലോപ്പ് എത്ര കിട്ടും? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 0 0 സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എത്രയാണ്? പറഞ്ഞോ അനക. y കോർഡിനേറ്റ് 0 അല്ലേ? 0 0 എന്ന പോയിന്റ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എത്രയാണ്? 0 0 x അല്ലേ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടുത്തെ y കോർഡിനേറ്റ് എന്താ? 0 അല്ലേ? അപ്പൊ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈ എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ 3x². 3x വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് 3 × 0 0 ആയിപ്പോയി. 0 തന്നെയല്ലേ y കോർഡിനേറ്റ്. ഇനി 327 എന്നുള്ള പോയിന്റ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്താ ഇവിടെ? എത്രയാണ് നുസ്രിനെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? 327 എന്നുള്ള പോയിന്റിനകത്ത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 27 വരും. 327നകത്ത് 3x² അല്ലേ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് 3x² ആണ്. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 × 3² ഈക്വൽ ടു 27 വരും. y കോർഡിനേറ്റ് അത് തന്നെയല്ലേ? 27 അല്ലേ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും y കോർഡിനേറ്റും സെയിം ആണ് കേട്ടോ. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും y കോർഡിനേറ്റും സെയിം ആകുന്ന 2 പോയിന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചേക്കണത്. ക്ലിയർ ആണോ? ഇതിന്റെ പിള്ളേർ ഒരു ഉഷാറില്ലാത്ത തിങ്കളാഴ്ച കാലത്തായിട്ട് നിങ്ങൾ എല്ലാവരും വളരെ വിഷമിച്ചാലും ഇരിക്കുന്നത്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരെ. ക്വസ്റ്റ്യൻ നമ്പർ 18. For the curve y equal to question number 18. For the curve y equal to 4x³ minus 2x raised to 5. For the curve y equal to 4x³ minus 2x raised to 5, find all points at which tangent passing through the origin. For the curve y equal to 4x³ minus 2x raised to 5, find all the points at which tangent passes through the origin. ശരി, ക്വസ്റ്റ്യൻ പല പ്രാവശ്യം വായിക്കണം കേട്ടോ. ഞാൻ ഈ 2-3 പ്രാവശ്യം വായിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. പറഞ്ഞ മനസ്സിലായോ? ഞാനേ ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം ഉറക്കം വായിക്കണം, നിങ്ങളും കേൾക്കും. അപ്പോഴാണ് 2 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണത്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കണം, പല പ്രാവശ്യം വായിക്കണം കേട്ടോ, പല പ്രാവശ്യം വായിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആ കർവിലുള്ള പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? പോയിന്റ്സ്, കർവിലുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കണം. ആ പോയിന്റ്സിൽ കൂടിയുള്ള ടാൻജന്റ് ഇതിൽ കടന്നു പോകണം, ഒറിജിനിൽ കൂടി കടന്നു പോകണം. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. തന്നിരിക്കുന്ന കർവിലുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കണം. കർവിലുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കണം. ആ പർട്ടിക്കുലർ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജൻസ് ഒറിജിനിൽ കൂടി കടന്നു പോകണം. ക്ലിയർ ആലോ ക്വസ്റ്റ്യൻ മീനിങ്? കർവിലുള്ള പോയിന്റ് വേണം, ആ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോവുകയും വേണം. അപ്പൊ ഞാൻ തൽക്കാലം കർവിലുള്ള പോയിന്റ് HK എന്ന് അസ്യൂം ചെയ്യുന്നു കേട്ടോ. ലെറ്റ് HK be the point on the curve. Let HK എഴുതിക്കോട്ടെ പിള്ളേരെ. HK be the point on the curve. ഇവിടെ എക്സും വൈ ഒക്കെ ഉള്ള ശരിയാവില്ല, അതുകൊണ്ടാണ് HK എന്ന് കൊടുത്തത്. HK be the point on the curve at which the tangent passes through the origin. Let HK be the point on the curve. HK ആണ് കർവിലെ പോയിന്റ് എടുത്തു. ആ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകും. ശരി, നമുക്ക് അപ്പൊ ആദ്യം ടാൻജന്റ് കണ്ടുപിടിക്കാം. HK ഇപ്പൊ നമ്മളൊരു പോയിന്റ് അസ്യൂം ചെയ്തല്ലോ.
ഒരു പോയിന്റ് അസ്യൂം ചെയ്തു. ഇനി സ്ലോപ്പോടെയും കിട്ടിക്കഴിഞ്ഞാൽ ടാൻജന്റ് ആയില്ലേ? പോയിന്റും സ്ലോപ്പും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാൻജന്റിന്റെ ഇക്വേഷൻ എഴുതാലോ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ പോയിന്റ് എച്ച് കെ എന്ന് എടുത്തു കഴിഞ്ഞു. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിക്കാം. ടാൻജന്റിന്റെ ഇക്വേഷൻ എഴുതാം. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx ഈക്വൽ ടു എന്ത് വരും? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്താ സാമുവലെ? 12x square. Okay, 12 4 into 3. 12x square minus 10x raised to 4. Sorry, 10x raised to 4. Slope of the tangent. Then point അറിയാം കേട്ടോ. On the slope of the tangent at hk dy by dx. Slope of the tangent at hk എന്ന പോയിന്റിൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കാണുന്നു. h മാത്രമേ ഉള്ളൂ അല്ലേ? x നാണ് വാല്യൂ കൊടുക്കാനുള്ളത്. അപ്പൊ 12h square minus 10h raised to 4. 12h square minus 10h raised to 4. HK എന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ടാൻജന്റുകൾ ഒറിജിനിൽ കൂടി പോകും എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ HK എന്ന പോയിന്റ് ആയി. ദെൻ സ്ലോപ്പ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് HK. സ്ലോപ്പ് ആയി. സ്ലോപ്പും അറിയാം, പോയിന്റും അറിയാമെങ്കിൽ നമുക്ക് ടാൻജന്റിന്റെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് താഴെ ഒപ്പ് എഴുതി പോരോ അല്ലേ? അത് ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് എഴുതാനായിട്ട് വെയിറ്റ് ചെയ്യണോ? കുഴപ്പമില്ലല്ലോ. ശരി, പറയണ കേൾക്കുകയും ചെയ്യണം കേട്ടോ. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് y മൈനസ് ആരെന്നെ സഹായിക്കണേ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് എഴുതാനായിട്ട്? നസ്ന y minus y0 into slope x minus x0. ശരി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. y മൈനസ് ഇവിടുത്തെ y0 എത്രയാ? h ആണോ? x പോയിന്റ് എച്ച് കെ. പോയിന്റ് എച്ച് കെ എന്ന് പറയുമ്പോ y ഏതാ മോളെ? k. k അല്ലേ? y minus k. y മൈനസ് കെ ഈക്വൽ ടു സ്ലോപ്പ്. സ്ലോപ്പ് എത്ര ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കണേ? 12x square minus 10x raised to 4. 12h square minus 10h raised to 4 into x minus h. ശരിയല്ലേ? ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് y minus y naught equal to m into x minus x naught. y naught സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, x naught സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ ടാൻജന്റിന്റെ ഇക്വേഷൻ ആയി. ഇത്ര ഓക്കെ ആണോ? വലിയ സന്തോഷമൊന്നും എല്ലാവർക്കും ഇപ്പോഴും. നിങ്ങൾക്ക് എന്തൊരു മാറ്റം വരാത്തത്? ശരി, എച്ച് കെ ആണെന്ന് പോയിന്റ് എന്ന് അസ്യൂം ചെയ്തു. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ചു. അറ്റ് എച്ച് കെ കണ്ടുപിടിച്ചു. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ആയി. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കണേ? ഈ ടാൻജന്റ് ഇതിൽ കൂടെ കടന്നു പോണത്. നമ്മളിപ്പോ ടാൻജന്റിന്റെ ഇക്വേഷൻ എടുത്തല്ലോ. ഈ ടാൻജന്റ് ഇതിലൂടെ കടന്നു പോകുന്ന പറഞ്ഞേക്കണത്? ഇതിലൂടെ ഇർഫാനെ? നമ്മൾ എടുത്തേക്കണ ടാൻജന്റ് ഇതിൽ കൂടെ കടന്നു പോകും. ഒറിജിനിൽ കൂടി കടന്നു പോകുന്ന പറഞ്ഞാൽ 0 0 എന്നുള്ള പോയിന്റ് കൊടുക്കാൻ പാടില്ലേ? ഈ ടാൻജന്റിനകത്ത് വരുന്ന ഒരു പോയിന്റ് ആണ് എന്ത്? 0 0. ഈ ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകുന്നതാണ് കേട്ടോ. സിൻസ് ദ ടാൻജന്റ് പാസസ് ത്രൂ ഒറിജിൻ അല്ലെങ്കിൽ 0 0, സിൻസ് ദ ടാൻജന്റ് പാസസ് ത്രൂ ഒറിജിൻ 0 0. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? വൈക്ക് 0 0 minus k equal to 12h square minus 10h raised to 4 into x 0 0 minus h minus h.
ഈ രണ്ടിടത്തെ മൈനസ് എന്ന് കളഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ k ഈക്വൽ ടു 12h² മൈനസ് 10h⁴ ഇൻറ്റു h എന്നാകും. ദാറ്റ് ഈസ് k ഈക്വൽ ടു 12h³ മൈനസ് 10h⁵. ഇക്വേഷൻ 1. ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആ കേർവിലെ പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ്. ആ കേർവിലെ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടീഷൻ തന്നേക്കണം എന്താണ്? ആ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകണം. അപ്പൊ നമ്മൾ പോയിന്റ് HK എന്ന് അസ്യൂം ചെയ്തു. HK-യിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകും. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് HK കണ്ടുപിടിച്ചു. അപ്പോൾ സ്ലോപ്പുമായി HK എന്ന പോയിന്റ് മറിയാം. HK എന്ന പോയിന്റ് മറിയാം, സ്ലോപ്പ് മറിയാം. ടാൻജന്റിന്റെ ഇക്വേഷൻ കൊടുത്തു. ആ ടാൻജന്റ് എതിരിക്കടെ കടന്നു പോകും? ഒറിജിനിൽ കൂടി കടന്നു പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകുന്നുണ്ട്. എക്സിനും വൈക്കും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഇക്വേഷനിലെത്തി. ഇനി ഈ HK എന്ന പോയിന്റ് ആ കേർവിലുള്ള പോയിന്റ് അല്ലേ? അല്ലേ? HK കേർവിലുള്ള പോയിന്റ് ആലോ. ആ പോയിന്റിൽ കൂടിയല്ലേ നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നത്. HK കേർവിലുള്ള പോയിന്റ് ആണെങ്കിൽ നമുക്ക് ആ കേർവിന്റെ ഇക്വേഷനകത്ത് നേരിട്ട് H Kയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ലേ? അപ്പൊ വേറൊരു ഇക്വേഷൻ കിട്ടും. പറയണ മനസ്സിലാവുന്നുണ്ടോ? HK നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന HK കേർവിലുള്ള ഒരു പോയിന്റ് ആണ്. ഒരു കേർവ്. ഈ കേർവിലുള്ള ഒരു പോയിന്റ് HK എടുത്തു നമ്മള്. കേർവിലുള്ള പോയിന്റ് ആണ് HK. ഈ HK-യിലൂടെയുള്ള ടാൻജന്റ് വരച്ചു. ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകുന്നുള്ള കണ്ടീഷനൊക്കെയും കൊടുത്തു. ഇപ്പൊ ഇനി ഈ HK കേർവിലുള്ള പോയിന്റ് ആണെങ്കിൽ ആ കേർവിന്റെ ഇക്വേഷൻ ഈ പോയിന്റിനെ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? കേർവിന്റെ ഇക്വേഷനകത്തും ഈ പോയിന്റ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണമല്ലോ. അങ്ങനെ നമ്മൾ കേർവിന്റെ ഇക്വേഷനകത്ത് ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അടുത്തായിട്ട് താഴെ എഴുതിക്കോ. സിൻസ് HK ഈസ് എ പോയിന്റ് ഓൺ ദി കർവ്, സിൻസ് HK ഈസ് എ പോയിന്റ് ഓൺ ദി കർവ്, HK is a point on the curve. Therefore, from curve and equation there no y equal to 4x³ minus 2x⁵. 4x³ minus 2x⁵. ഇവിടെ HK കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? K equal to 4h³ minus 2h⁵ എന്ന് വരും. ഇക്വേഷൻ 2. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഈ കേർവിലുള്ള ഒരു പോയിന്റ് ആണ് HK കേട്ടോ. കേർവിലുള്ള പോയിന്റ് ആണ് HK. അപ്പൊ നമുക്ക് ആ കേർവിന്റെ ഇക്വേഷനകത്ത് HK കൊടുക്കാം. കേർവിന്റെ ഇക്വേഷനകത്ത് HK കൊടുത്തപ്പോൾ ഇങ്ങനെ രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടി. നമുക്ക് കേർവിലെ പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് H-ഉം K-യുടെയും വാല്യൂ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. H-ന്റെയും K-യുടെയും വാല്യൂ വേണം. ഇനി എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനോട് ഇക്വേറ്റ് ചെയ്യാൻ പാടില്ലേ? ഫ്രം ഇക്വേഷൻ 1 and 2 ഈ രണ്ട് ഇക്വേഷനോട് സോൾവ് ചെയ്യുന്നു കേട്ടോ. ഫ്രം 1 and 2, ഫ്രം ഇക്വേഷൻ 1 and 2 എങ്ങനെ സോൾവ് ചെയ്യാം? എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക്? സ്വപ്ന ഹുസൈനാർ എങ്ങനെ എടുത്ത് സോൾവ് ചെയ്യാം? എന്താ മാർഗം സോൾവ് ചെയ്യാനായിട്ട്? ആഡ് ചെയ്യുകയല്ല. എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള മാർഗം ആഡ് ചെയ്താൽ കിട്ടൂലെന്ന് എനിക്കറിയില്ല കേട്ടോ. കിട്ടാനേക്കാളും എളുപ്പത്തിൽ വേറെ മാർഗമുണ്ട്. ആഡ് ചെയ്ത വേരിയബിൾ ഒന്നും പോവില്ലോടെ. ആ രണ്ട് ഇക്വേഷനിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പെട്ടെന്ന് പറയാവുന്നേ ഉള്ളൂല്ലോ. സബ്ട്രാക്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. രണ്ട് ഇക്വേഷനും K ഈക്വൽ ടു എന്നല്ലേ?
രണ്ട് ഇക്വേഷന്റെ LHS രണ്ട് ഇക്വേഷൻ സെയിം അല്ലേ ഇവിടെ കെ ഈക്വൽ ടു എന്നല്ലേ എഴുതിയേക്കണത് കെ ഈക്വൽ ടു 12h³ മൈനസ് 10h². ഇവിടെയും കെ ഈക്വൽ ടു എന്നല്ലേ. രണ്ട് ഇക്വേഷനിൽ നിന്നും ഫ്രം 1 and 2 നമുക്ക് എന്ത് എഴുതാം 12h³ ആദ്യത്തെ കേട്ടോ 12h³ മൈനസ് 10h⁵ ഈക്വൽ ടു 4h³ മൈനസ് 2h⁵ എന്ന് എഴുതാൻ പാടില്ലേ? രണ്ടും കെ അല്ലേ പിള്ളേരെ? രണ്ടും കെ ഈക്വൽ ടു എന്നല്ലേ എഴുതിയേക്കണത് കെ ഈക്വൽ ടു. അപ്പൊ അത് രണ്ടും കൂടെ ഈക്വൽ ആക്കി എടുത്തു. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. 12h³ മൈനസ് 4h³ 8h³ 8h³ മൈനസ് 10h⁵ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 2h⁵ ആയി. അപ്പോൾ മൈനസ് 8h⁵ ഈക്വൽ ടു 0. 8h³ കോമൺ. 8h³ കോമൺ ആയിട്ട് എടുത്താൽ 1 മൈനസ് h² ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യാം? എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? എന്തായിരിക്കും ഫാത്തിമ ഇസ്മായിലി അടുത്ത സ്റ്റെപ്പ്? 8h³ equal to 0 or 1 minus h² is equal to 0. ശരി, ആ 1 മൈനസ് h² നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? h² is equal to 1 കൊടുക്കുമ്പോൾ h plus or minus 1 വരും. ശരി, പ്ലസ് ഓർ മൈനസ് 1 ആവും. ശരി, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറൈസ് ചെയ്തേക്കാം. അതിനെ 1 മൈനസ് h ഇൻറ്റു 1 മൈനസ് h ഇൻറ്റു 1 പ്ലസ് h എന്ന് എഴുതാൻ പാടില്ലേ? എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. 1 മൈനസ് h ഇൻറ്റു 1 പ്ലസ് h ഈക്വൽ ടു 0. അപ്പൊ ഇതിനകത്ത് h³ 0, 1 മൈനസ് h 0, 1 പ്ലസ് h 0. എച്ചിന്റെ വാല്യൂസ് h ഈക്വൽ ടു 0, 1, മൈനസ് 1. എച്ചിന് 3 വാല്യൂ കിട്ടും 0, 1, മൈനസ് 1. 0, 1, മൈനസ് 1. ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്ത് കറസ്പോണ്ടിങ് ആയിട്ട് കെ കണ്ടുപിടിക്കുക. എച്ചിന്റെ വാല്യൂ ഇക്വേഷൻ 1ൽ കൊടുത്തേക്കാം. k ഈക്വൽ ടു 12h³ മൈനസ് 10h⁵. അതിലും ചെറുതല്ലേ മറ്റത്? അത്രയും പവർ. അടുത്ത എന്താണ്? എന്നാ രണ്ടാമത്തെ കൊടുക്കാം കേട്ടോ. k ഈക്വൽ ടു ഫ്രം ഇക്വേഷൻ 2 k ഈക്വൽ ടു 4h³ മൈനസ് 2h⁵. ഇക്വേഷൻ കൊടുക്കുമ്പോൾ h ഈക്വൽ ടു 0, k ഈക്വൽ ടു 0, h ഈക്വൽ ടു 1, k ഈക്വൽ ടു h ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 4 മൈനസ് 2, 2, h ഈക്വൽ ടു മൈനസ് 1, k ഈക്വൽ ടു മൈനസ് 4 മൈനസ് പ്ലസ് 2 ആവുന്നു തോന്നുന്നു അല്ലേ? 4 ഇൻറ്റു മൈനസ് 1³ മൈനസ് 4, മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2, മൈനസ് 2, മൈനസ് 1, മൈനസ് 2. ഇപ്പൊ പോയിന്റ്സ് ആയിട്ടോ. Therefore, the required points are h0, k0, h1, k2, minus 1, minus 2. 0, 0, 1, 2, minus 1, minus 2. ഈ 3 പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകും. HK എന്ന് അസ്യൂം ചെയ്താണ് നമ്മൾ ചെയ്തു വന്നത്. കഴിഞ്ഞില്ലേ? ഓക്കെ ആണോ? ശരി.
ക്വസ്റ്റ്യൻ നമ്പർ 19 ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് തന്നെയാണ്. 19 ഞാൻ തൽക്കാലം ഒഴിവാക്കുവാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയോ, വലിയ പ്രശ്നമുണ്ടോ അതിനകത്ത്. ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദി കർവ്. ഈ കർവിലെ പോയിന്റ്സ് കണ്ടുപിടിക്കണം. അറ്റ് വിച്ച് ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ്. ഇന്ന് നമ്മൾ ആദ്യം ചെയ്തതാ. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ടു എന്തായിരിക്കും? 0. സ്ലോപ്പ് 0 എന്നെടുത്ത് സോൾവ് ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ് പറഞ്ഞേക്കണത്. ചെയ്യണോ? ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ്. പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ടു 0. സ്ലോപ്പ് ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. അത് കർവിൽ കൊടുത്താൽ വൈയും കിട്ടിക്കോളും, പോയിന്റ്സ് ആവും. ക്വസ്റ്റ്യൻ നമ്പർ 20 നമുക്ക് തൽക്കാലം ചെയ്യാതായാലും വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ഇല്ല. എന്നാലും 20 ചെയ്തു വെച്ചേക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് നോർമൽ. 20 ചെയ്തോ കേട്ടോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി നോർമൽ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി നോർമൽ തന്നെ ചെയ്തേ. Find the equation of the normal at the point a m square a m cube. Find the equation of the normal at the point a m square a m cube. For the curve a y square equal to x cube. ഈ പോയിന്റിൽ കൂടി കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. പോയിന്റും തന്നിട്ടുണ്ട് അല്ലെ. ആ പോയിന്റിൽ കൂടിയുള്ള നോർമലിന്റെ ഇക്വേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നോർമലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. പോയിന്റ് തന്നിട്ടുണ്ട്. ഇനി എന്തോരം കിട്ടിയാൽ മതി നോർമലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട്? പോയിന്റ് തന്നാൽ പിന്നെ എന്തോരം വേണം നോർമലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട്? എന്താ മുദാസിറെ? സ്ലോപ്പ്. സ്ലോപ്പ്. പോയിന്റ് സ്ലോപ്പ് മതിന്നേ. പോയിന്റ് സ്ലോപ്പ് പറയുമ്പോൾ ടാൻജന്റ് ഇക്വേഷൻ എഴുതാം, നോർമലിന്റെ ഇക്വേഷൻ എഴുതാം. ഇവിടെ പോയിന്റ് നമുക്കറിയാം, തന്നിട്ടുണ്ട്. അപ്പൊ ഇനി സ്ലോപ്പ് മതി. അപ്പൊ ആദ്യം സ്ലോപ്പ് ഓഫ് ദി നോർമൽ നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റില്ല. ആദ്യം ഏത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കാണുക. -1 സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എടുത്താൽ സ്ലോപ്പ് ഓഫ് ദി നോർമൽ ആവും. ചെയ്തോ? പോയിന്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക കേട്ടോ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ y ഈക്വൽ ടു എന്നല്ല കിടക്കണത്. ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനേ y ഈക്വൽ ടു അല്ല കിടക്കണത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ആലിയ? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് a into a into 2y into dy by dx equal to 3x square. അപ്പൊ ഇതിനകത്ത് dy by dx സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx equal to സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx equal to എത്ര വരും? 3x square by 2ay. Slope of the tangent. നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ പോയിന്റ് അങ്ങ് കൊടുത്തേക്കാം. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx കിട്ടി. ഇനി dy by dx അറ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് പിന്നെ നോർമൽ കാണാം. dy by dx സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് പോയിന്റ് അറിയാലോ, am സ്ക്വയർ am ക്യൂബ് ആണ്. am സ്ക്വയർ am ക്യൂബ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സിന് പകരം am സ്ക്വയറിന്റെ സ്ക്വയർ ബൈ 2a ഇൻറ്റു വൈക്ക് പകരം am ക്യൂബ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടു. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് ദ പർട്ടിക്കുലർ പോയിന്റ്, ആ പോയിന്റ് കൊടുക്കുന്നു. 3a സ്ക്വയർ m raised to 4 by 2a സ്ക്വയർ m ക്യൂബ്. 3a സ്ക്വയർ ക്യാൻസൽ ആയി പോവും, m വരും അല്ലേ. 3m by 2.
സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 3m/2 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി നോർമൽ എത്രയായിരിക്കും? സ്ലോപ്പ് ഓഫ് ദി നോർമൽ എത്രയായിരിക്കും ഫാരിസ്? പെട്ടെന്ന് പറയടാ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കിട്ടിയിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ദി നോർമൽ എത്രയായിരിക്കും? എന്താണ് ടാൻജന്റും നോർമലും തമ്മിൽ സ്ലോപ്സിന്റെ ബന്ധം? അല്ല സാർ, ഇത് ഹാങ് ആയി, അതാണ്. ഒരു മിനിറ്റ്, ഇത് എന്താ റൂബി? -2/3m. 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 -1 by slope of the tangent. Slope of the normal. Slope of the normal equal to -1 by slope of the tangent ആണ് കേട്ടോ. സാർ ഒന്നുകൂടി പറയാൻ എന്താ ചോദിച്ചെന്ന് കേട്ടില്ല. കഴിഞ്ഞൂടാ, അതൊക്കെ കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. Slope of the tangent equal to slope of the normal equal to -1 by slope of the tangent. That is -1/3m/2 എന്ന് വരും കേട്ടോ. 2 മുകളിൽ കയറും, -2/3m. പോയിന്റ് അറിയാം, പോയിന്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പ് അറിയാം. ഇക്വേഷൻ ഓഫ് ദി നോർമൽ. ഇക്വേഷൻ ഓഫ് ദി നോർമൽ. y minus y0 equal to m into x minus x0 തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് ടാൻജന്റിനും നോർമലിനും ഒരേ ഇക്വേഷൻ ആണോ എന്നല്ല കേട്ടോ. ടാൻജന്റും നോർമലും സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ടാൻജന്റ് ആണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് കൊടുക്കുക, നോർമൽ ആണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് കൊടുക്കുക. അതാണ് അവ തമ്മിൽ വ്യത്യാസം വരുന്നത്. സ്ലോപ്പിലാണ് വ്യത്യാസം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. y minus y0 am cube equal to slope of the normal. നമുക്ക് ഇക്വേഷൻ ഓഫ് ദി നോർമൽ ആണ് വേണ്ടത്. -2/3m into x minus x0 am square. വേണമെങ്കിൽ ഈ 3m ഇപ്പുറത്തേക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ ആയിട്ടോ 3m into y minus am cube equal to -2 into x minus am square. (3my minus 3am raised to 4 equal to -2x plus 2am square. That is 2x plus 3my equal to 3am raised to 4 plus 2am square. ഇതൊക്കെ മതി. മെഹബൂബ, മെഹബൂബ KS ഇല്ല. ശരി. ക്വസ്റ്റ്യൻ നമ്പർ 21. എല്ലാം ഒരുപോലത്തെ ആട്ടോ മക്കളെ, എല്ലാം ഒരുപോലത്തെ ആണ് ചെയ്തോ. ഇനിയിപ്പോ 22 നമുക്ക് ഒഴിവാക്കാം. 21 ചെയ്തു. Find equation of the normal. Find the equation of the normal to the curve. Find the equation of the normal to the curve which is parallel to the line. ഈ ലൈനിന് പാരലൽ ആണെന്നും തന്നിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തോ. Find the equation of the normal to the curve.
ഇത് എഴുതി കഴിഞ്ഞില്ലേ? Question number 21. Find the equation of the normal to the curve y equal to x cube plus 2x plus 6. Equation 1. ഈ കേർവിന്റെ നോർമലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. കേർവിന്റെ നോർമലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. വിച്ച് ആർ പാരലൽ ടു ദ ലൈൻ. നോർമൽ ഈ ലൈനിന് പാരലൽ എന്നാണ് തന്നേക്കണം കേട്ടോ. നോർമൽ ഈ ലൈനിന് പാരലൽ ആണ്. ശരി. അപ്പൊ നമുക്ക് ആദ്യം സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്, സ്ലോപ്പ് ഓഫ് ദി നോർമൽ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ് കേട്ടോ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റും സ്ലോപ്പ് ഓഫ് ദി നോർമലും. dy by dx equal to 3x square plus 2. Slope of the tangent. Slope of the normalo. Minus 1 by dy by dx. That is minus 1 by 3x square plus 2. ഇതാണ് slope of the normal. Slope of the tangent കണ്ടുപിടിച്ചു. Then minus 1 by slope of the tangent എടുത്തപ്പോൾ slope of the normalുമായി. ഇനി നമുക്ക് എന്താ തന്നേക്കണത്? നോർമൽ ഈസ് പാരലൽ ടു ദി ലൈൻ എന്നാ തന്നേക്കണം കേട്ടോ. നോർമൽ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി നോർമൽ. നോർമലിന്റെ ഇക്വേഷൻ കാണണം. വിച്ച് ഈസ്, അതായത് നോർമൽ, നോർമൽ പാരലൽ ടു ദി ലൈൻ. ഗിവൺ നോർമൽ ഈസ് പാരലൽ ടു ദി ലൈൻ, നോർമൽ പാരലൽ ടു ദി ലൈൻ ഏതാണ്? x plus 14y plus 4 equal to 0. നോർമൽ ഈ ലൈനിന് പാരലൽ ആണെന്ന്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? നോർമൽ ആ ലൈനിന് പാരലൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും ഐഷ സലീമേ? നോർമൽ ആ ലൈനിന് പാരലൽ ആണെങ്കിൽ ആ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് പറയണം. ശരി. ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് പറയും. എന്താ ഈ ലൈനിന്റെ സ്ലോപ്പ്? എങ്ങനെ കാണും? അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത പോരെ? അല്ല, y ഈക്വൽ ടു mx പ്ലസ് c ഫോമിലാക്കണം. ആ ശരി, ആക്കിക്കേ. ഇപ്പൊ പറയാട്ടെ സാർ. എന്നെ ആക്കാന്നാണ് ഉദ്ദേശിച്ചേ? അല്ലല്ല, പറയട്ടെ. 14y ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് 4 എന്നാക്കുക. എന്നിട്ട് 14 അപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. y ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് 4 ബൈ 14. ശരി. മൈനസ് എക്സ് ബൈ 14 മൈനസ് 4 ബൈ 14. അപ്പൊ എത്ര വരും? എം 1 ബൈ 14 അല്ലേ? മൈനസ് 1 ബൈ 14. ആ, സ്ലോപ്പ് എം ഈക്വൽ ടു മൈനസ് 1 ബൈ 14. തന്നിരിക്കുന്ന ആ ലൈനിന്റെ സ്ലോപ്പ് മൈനസ് 1 ബൈ 14. ഈ ലൈനും നോർമലും പാരലൽ ആണ് കേട്ടോ. ലൈനും നോർമലും പാരലൽ ആണ്. ലൈനും നോർമലും പാരലൽ ആണെങ്കിൽ ഇത് രണ്ടിന്റെയും സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും. നോർമല് ഈ ലൈനിന് പാരലൽ ആണ്. therefore minus 1 by 3x square plus 2 equal to minus 1 by 14. Minus 1 by 3x square plus 2 equal to minus 1 by 14. കമ്പയർ ചെയ്യുമ്പോൾ 3x സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 14 എന്നാവും കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസും മൈനസും വെട്ടിപ്പോവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 14. 3x സ്ക്വയർ ഈക്വൽ ടു 12. x സ്ക്വയർ ഈക്വൽ ടു 4. x ഈക്വൽ ടു പ്ലസ് 2 മൈനസ് 2. x ഈക്വൽ ടു പ്ലസ് 2 മൈനസ് 2 എന്ന് കിട്ടും. കറസ്പോണ്ടിങ് ആയിട്ട് y കണ്ടുപിടിക്കുക. കർവിന്റെ ഇക്വേഷനിൽ കൊടുത്ത് ഇക്വേഷൻ ഓഫ് ദി കർവ്
y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x പ്ലസ് 6 ആണ്. എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ y കെർവിന്റെ ഇക്വേഷനിൽ കൊടുക്കണം. എപ്പോഴും കെർവിന്റെ ഇക്വേഷനകത്താട്ടോ ലൈനിലൊന്നും കൊണ്ടുപോയി കൊടുക്കരുത്. പാരലായിട്ട് തരുന്ന ലൈനിലോ പെർപെൻഡിക്കുലർ ആയിട്ട് തരുന്ന ലൈനിലൊന്നും കൊടുക്കരുത് കേട്ടോ. നമുക്ക് കെർവിലെ പോയിന്റ്സ് ആണ് വേണ്ടത്. അപ്പൊ കെർവിന്റെ ഇക്വേഷനിൽ വേണം കൊടുക്കാനായിട്ട്. എക്സ് 2 ആയി കഴിഞ്ഞാൽ y എന്ത് കിട്ടും? 2 ക്യൂബ് പ്ലസ് 4 പ്ലസ് 6 18. എക്സ് -2 ആയി കഴിഞ്ഞാൽ വയ്യോ -2 ക്യൂബ് -8 പ്ലസ് 4 പ്ലസ് 6 ഈക്വൽ ടു 2. അല്ലല്ലോ, തെറ്റിപ്പോയില്ലോ. -4 അല്ലേ? അല്ലേ? ഓക്കെ, -4 ആണ്. ഓക്കെ ശരിയാ. -6 -8 -4 -12 പ്ലസ് 6 -6. നമുക്ക് പോയിന്റ്സ് കിട്ടി കേട്ടോ. പോയിന്റ്സ് 2, 18 -2 -6 പോയിന്റ്സ്. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കെർവിലെ 2 പോയിന്റ്സ് ആണ് 2, 18 -2 -6. 2, 18 -2 -6. നമുക്കിനി എന്താ വേണ്ടത്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി നോർമൽ. നോർമലിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. അപ്പൊ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് ദി നോർമൽ പാസിംഗ് ത്രൂ equation of the normal passing through 218 with slope. എത്ര പിള്ളേരെ എന്റെ സ്ലോപ്പ്? എത്രയായിരുന്നു സ്ലോപ്പ്? എത്ര എഫ് മോളെ സ്ലോപ്പ്? നോർമലിന്റെ സ്ലോപ്പ് എത്രയായിരുന്നു? -1/14 അല്ലേ? -1/14. ശരി, -1/14. എന്തുവരും? y മൈനസ് y നോട്ട് 18 ഈക്വൽ ടു -1/14 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 14y മൈനസ് 18 ഇൻറ്റു 14 അത് എത്ര വരും? 18 ഇൻറ്റു 14 180 72 252 ഈക്വൽ ടു -x പ്ലസ് 2. എക്സ് ഇപ്പുറത്തേക്ക് കൊണ്ട് നേക്കാം. എക്സ് പ്ലസ് 14y ഈക്വൽ ടു 254 ആണോ? ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. എക്സ് പ്ലസ് 14y ഈക്വൽ ടു 254. കിട്ടിയോ അൻമേരി? ശരി. രണ്ടാമത്തെ കിട്ടിയോ? അടുത്ത പോയിന്റിൽ കൂടെയുള്ള നോർമൽ ഇക്വേഷൻ ഇല്ല. പെട്ടെന്നാവട്ടെ. അടുത്ത പോയിന്റിൽ കൂടെയുള്ള നോർമൽ ഇക്വേഷൻ കണ്ടുപിടിച്ചേ. Equation of the normal through അടുത്ത പോയിന്റ് ഏതായിരുന്നു? -2 -6 with slope -1/14. y minus -6 y plus 6 equal to -1/14 into x minus -2 x plus 2. 14y plus 84 equal to -x minus 2. X plus 14y plus 86 equal to 0. എന്താണ് മുദാസിറെ?
സാർ ആദ്യത്തെ നമ്മള് ഇക്വേഷൻ ഓഫ് നോർമൽ പാസിംഗ് ത്രൂ 2/8 ഇല്ലേ? മറുപടി ഉണ്ടോ? അതിനകത്ത് y-8 അല്ലേ വേണ്ടതാ? 2 നോക്കട്ടെ കേട്ടോ. 218 ആടാ. സോറി സാർ, എന്റെ ഒരു പേരാ. 218 ഓട്ടോ പോയിന്റ് 218 ആണ്. അടുത്ത 22 ഞാൻ ചെയ്യണില്ല കേട്ടോ മക്കളെ. 22 വായിച്ചു നോക്കി. 22 ഞാൻ ചെയ്യുന്നില്ല. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദി പരാബോള. ടാൻജന്റിനെയും നോർമലിന്റെ ഇക്വേഷൻ എഴുതണം. പോയിന്റും തന്നിട്ടുണ്ട് കേട്ടോ. dy/dx കാണുക, ഈ പോയിന്റ് കൊടുക്കുക, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആയി, -1 എടുത്ത സ്ലോപ്പ് ഓഫ് ദി നോർമലും ആയി. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 23. പ്രൂവ് ദാറ്റ് കേർസ് x = y² and xy = k cut at right angles if 8k² = 1. അപ്പൊ ഒരു കാര്യം ചെയ്തോ, അത് എഴുതുന്നതിന് മുമ്പേ ഒരു നോട്ടായിട്ട് എഴുതി വെച്ചേ. നോട്ട് നോട്ടായിട്ട് എഴുതി വെച്ചേ. Two curves intersect at right angle. Two curves intersect at right angle if the tangents to the curve. Two curves intersect at right angles if the tangents to the curves at the point of intersection are perpendicular to each other. സാർ ഒന്നും കൂടെ പറയോ? Okay. Two curves intersect at right angle if the tangents to the curve at the point of intersection are perpendicular to each other. ചുരുക്കി പറഞ്ഞ എത്ര ഉള്ളൂ? രണ്ട് കേർവ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ പറഞ്ഞേക്കൊണ്ട് റൈറ്റ് ആംഗിൾ വെച്ച് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. രണ്ട് കേർവ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിളിന്റെ മീനിങ് ആ കേർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലെ ആ പോയിന്റിൽ കൂടി രണ്ടിനും ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ ചുമ്മാ റഫായിട്ടൊന്ന് വരയ്ക്കാം. രണ്ട് കേർവ് എന്തോട്ടെ, രണ്ട് കേർവ് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? രണ്ട് കേർവ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ്, രണ്ട് കേർവ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ ഈ രണ്ട് കേർവ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ, അങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പറയണത്. ആംഗിൾ ബിറ്റ്വീൻ ദി കേർവ്സ് കേട്ടോ. ആംഗിൾ ബിറ്റ്വീൻ ദി കേർവ്സ്, രണ്ട് കേർവിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കേർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ കൂടി രണ്ടിനും ടാൻജന്റ് വരയ്ക്കുക. ഈ പോയിന്റിൽ കൂടി രണ്ടിനും ടാൻജന്റ് വരച്ചു. ആദ്യത്തെ ആക്കളുടെ ടാൻജന്റ് ലൈൻ ആയല്ലോ, സ്ട്രെയിറ്റ് ലൈൻ ആയി. രണ്ടാമത്തെ ആക്കും ടാൻജന്റ് വരച്ചു. രണ്ടുപേരുടെയും ടാൻജന്റ് വരയ്ക്കുക. ഈ ആംഗിൾ ആയിരിക്കും ഇപ്പൊ ഇടയ്ക്ക് വരുന്ന ആംഗിൾ ഉണ്ടല്ലോ, അതാണ് ആംഗിൾ ബിറ്റ്വീൻ ദ കേർവ്സ്. ആംഗിൾ ബിറ്റ്വീൻ ദ കേർവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദി ടാൻജന്റ് ആണ്. അതാണ് ഐഡിയ ഉള്ളൂ കേട്ടോ. അപ്പൊ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ ബിറ്റ്വീൻ ദി കേർവ്സ്, ആംഗിൾ ബിറ്റ്വീൻ ദ കേർവ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആംഗിൾ ബിറ്റ്വീൻ ദി ടാൻജന്റ് ആണ്. എവിടെ? അറ്റ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ദെൻ ഈ ക്വസ്റ്റിനകത്ത് പ്രൂവ് ദാറ്റ് ദ കർവ്സ്, രണ്ട് കർവ് x = y² ആൻഡ് xy = k കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ്. അതായത് ആ രണ്ട് കർവിന്റെയും ടാൻജൻസ് തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ്, രണ്ട് കർവിന്റെയും ടാൻജൻസ് പെർപെൻഡിക്കുലർ ആകണമെങ്കിൽ 8k² = 1. അങ്ങനെ ഒരു കണ്ടീഷനാണ് നമുക്ക് തന്നേക്കുന്നത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് തുടങ്ങി വെക്കാം, തീരുമെന്നറിയില്ല.
തന്നിരിക്കുന്ന രണ്ട് കർവ്, അതായത് ഫസ്റ്റ് കർവ് x ഈക്വൽ ടു വൈ സ്ക്വയർ 23, x ഈക്വൽ ടു വൈ സ്ക്വയർ ഇക്വേഷൻ 1. അടുത്തത് xy ഈക്വൽ ടു k, xy ഈക്വൽ ടു k ഇക്വേഷൻ 2. x ഈക്വൽ ടു വൈ സ്ക്വയർ ആൻഡ് xy ഈക്വൽ ടു k. ഈ രണ്ട് കർവ്സും റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്നു. റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കർവ്സും തമ്മിൽ കൂട്ടിമുട്ടും. ആ രണ്ട് കർവ്സും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജൻസ് റൈറ്റ് ആംഗിളിലായിരിക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കർവിന്റെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. രണ്ട് കർവ് റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. രണ്ട് കർവ് റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ രണ്ട് കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലൂടെയുള്ള ടാൻജൻസ് റൈറ്റ് ആംഗിൾസിലായിരിക്കുമെന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ രണ്ട് കർവും ഇന്റർസെക്ട് ചെയ്യുന്നു എന്നാണ്. രണ്ട് കർവും കൂട്ടിമുട്ടുന്നു. ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആദ്യം കണ്ടുപിടിച്ചേ. സോൾവ് ചെയ്ത പിള്ളേരെ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക. എക്സും വൈയും കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എക്സിന് പകരം വൈ സ്ക്വയർ കൊടുക്കാലോ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2. 1ന്റെ വാല്യൂ എക്സിന് പകരം വൈ സ്ക്വയർ. എക്സിന് പകരം വൈ സ്ക്വയർ 2ൽ കൊടുത്താൽ എക്സിന് പകരം വൈ സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു കെ എന്നാവും. വൈ സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു കെ. ദാറ്റ് ഈസ് വൈ ക്യൂബ് ഈക്വൽ ടു കെ. therefore y ഈക്വൽ ടു y ക്യൂബ് k ആണെങ്കിൽ y-യുടെ വാല്യൂ എന്ത് വരും? എന്താ മിസ്ബാ? y ക്യൂബ് k ആണെങ്കിൽ y-യുടെ വാല്യൂ y ക്യൂബ് k ആണെങ്കിൽ y ഈക്വൽ ടു പെട്ടെന്ന് പറയടാവേ. എടാ സ്ക്വയർ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ വൈ സ്ക്വയർ കെ ആണെങ്കിൽ റൂട്ട് ഈ റൂട്ടിന് വേറെ രീതിയിൽ നമ്മൾ എഴുതുമല്ലോ. റേസ്ഡ് 1/2. ശരി. അപ്പൊ ഇവിടെ ക്യൂബ് റൂട്ട് ആണെങ്കിലോ റേസ്ഡ് 1/3 ആണ്. ആ റേസ്ഡ് 1/3. y ഈക്വൽ ടു k റേസ്ഡ് 1/3. y ഈക്വൽ ടു k റേസ്ഡ് 1/3. ഈ y-യുടെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് കിട്ടിക്കോളൂല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് y ഈക്വൽ ടു k റേസ്ഡ് ടു 1/3 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ x ഈക്വൽ ടു y സ്ക്വയർ k റേസ്ഡ് ടു 1/3യുടെ സ്ക്വയർ. അതെന്ത് വരും? k റേസ്ഡ് ടു 1/3യുടെ സ്ക്വയർ എന്താ ഷെറിനെ? അത് k റേസ്ഡ് ടു 1/3യുടെ സ്ക്വയർ ഷെറിൻ. സാർ ആ കെ സ്ക്വയർ ആണോ? അല്ല, a raised to m the whole raised to n. 1/3 into 2. 2/3. k raised to 2/3 ട്ടോ. k raised to 2/3. therefore point of intersection അത്ര എഴുതി നമുക്ക് നിർത്താം. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ആ രണ്ട് കർവോടെയും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ k raised to 2/3. എക്സിന്റെ വാല്യൂ y-യുടെ വാല്യൂ k raised to 1/3. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈസ് k raised to 2/3 k raised to 1/3. ഓക്കെ, ബാക്കി നമുക്ക് നാളെ പറയാം കേട്ടോ. പഠിച്ചുകൊണ്ട് വരണം കേട്ടോ. പഠിച്ചുകൊണ്ട് വരണം. ബാക്കി നമുക്ക് നാളെ പറയാം. നാളെ നമ്മൾ ഇത് തീർന്നിട്ട് ഇനി ഇന്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഈ എക്സസൈസ് കഴിഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.